ക്ഷമയെന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നതൊക്കെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഈശ്വരൻ വാരി കോരി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഒരു പ്രശ്നം കിട്ടിയാൽ എത്ര കാം ആൻഡ് ക്വയറ്റായിട്ടെന്ന് പറയത്തില്ല, അതുപോലെ എത്ര ശ്രദ്ധയോടെ, എത്ര നിസ്സാരമായിട്ടാണ് ഓരോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നറിയാമോ? ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും മോശമായി സംസാരിച്ചാലും അവിടെ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ തന്നെക്കാളും മുതിർന്ന ആളാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി വളരെ സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നവരുണ്ട്. തിരിച്ചൊന്നും പറയാതെ എല്ലാം കേട്ട് ഉണ്ട്. അപ്പം പറയുന്ന ആളുടെ ഭാഗത്തായിരിക്കും തെറ്റ്, എന്നാലും ഈ കേൾക്കുന്ന ആളെന്താണ്, ഒന്നും മിണ്ടാതെ എല്ലാം ക്ഷമയോടുകൂടി കേൾക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പല വീട്ടിലും പല കാര്യങ്ങളിലും പല രീതിയിൽ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടും എന്ത് ജോലിയും ചെയ്യുന്ന ഒരു പിടി മനുഷ്യരുണ്ട്. വീട്ടുജോലിയായാലും ബാക്കിയുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരു മടിയുമില്ലാതെ ചെയ്തു കൊടുക്കും. ഞാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഇതെങ്ങനെ ഇവർക്കിത് പറ്റുന്നു? അവർക്ക് അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും അതങ്ങ് സ്വയം ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അത് ഒരു പ്രത്യേകതരം കഴിവ് തന്നെയാണ്. അത്തരം കഴിവുള്ളവരെ സത്യം ഞാൻ അംഗീകരിക്കും. കാരണം അതെല്ലാവർക്കും കഴിയുകയില്ല. മിക്കവാറും സാധാ ഒരു മനുഷ്യരാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പം പ്രതികരിക്കും, ഇല്ലെങ്കിൽ ദേഷ്യം വരേണ്ടാണ് ദേഷ്യം വരും. നമ്മുടേതല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആരും അങ്ങനെ വലിയ ത്യാഗം എടുത്ത് അവർക്കെന്താ ചെയ്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൂടെ ചെയ്താലെന്താണ്. ഇപ്പം തുണി കഴുകല്, സ്വന്തം തുണി കഴുകുന്നതിനൊപ്പം മറ്റുള്ളവരുടെയും കൂടെ കഴുകി കൊടുക്കുന്ന മനസ്സുള്ളവരുണ്ട്. അവർക്ക് ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുവാണെങ്കിൽ പോലും സാരമില്ല, ഞാനേതായാലും തുണി കഴുകുക, അവരുടെയും കൂടെ കഴുകിയേക്കാം, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഒരു മാതൃകയാണ് മറ്റുള്ളവർക്ക്. മറ്റുള്ള എല്ലാവർക്കും, പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഒരു മാതൃകയാണ്. അവരുടെ ശീലങ്ങളും അവരുടെ ആ ക്ഷമയുമൊക്കെ പകുതിയെങ്കിലും നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുവാണെങ്കിൽ ഒരു വീട്ടിലും ഒരു സമൂഹത്തിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം ക്ഷമ അതൊരു വലിയ കാര്യമാണ്. അതെല്ലാവർക്കും പക്ഷേ പറ്റുകയുമില്ല. ഈ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിയല്ലേ?